ബിഗ് ബോസ് സീസൺ 8 ഒരു വലിയ ന്യൂസ് നിങ്ങൾ അറിഞ്ഞു കാണും. ബിഗ് ബോസ് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി അത് മൈജി നടത്തുന്നതാണ്. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നലെ വന്നൊരു പ്രൊമോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കോമണേഴ്സിന് വേണ്ടിയിട്ട് അഗ്നി പരീക്ഷയിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് മിസ്സാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരാനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പൊ നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു കോമണേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ കുറെ പേര് ഈ ഒരു ബിഗ് ബോസിന്റെ കോമണേഴ്സ് എൻട്രിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ, അതായത് 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ റിജക്റ്റ് ആവും, ഉറപ്പായിട്ട് റിജക്റ്റ് ആവും കേട്ടോ. ഐ എം സോ സോറി. കാരണം എന്ന് വെച്ചാൽ ഞാനത് കമന്റിൽ പറഞ്ഞിരുന്നു, ഇത് മലയാളം ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോ റിജക്റ്റ് ആവും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇവിടെ ഈ ഏഷ്യാനെറ്റിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഏജൻസിയോ ഒന്നും അല്ല നിങ്ങളുടെ വീഡിയോസ് നോക്കുന്നത്. അപ്പം നിങ്ങളുടെ ആദ്യമായിട്ട് ഈ കൊടുക്കാൻ പോകുന്ന വീഡിയോസ് നോക്കുന്നത് എന്റമോൾ ഷൈൻ ആണ്. അപ്പോൾ എന്റമോൾ ഷൈൻ ആ വീഡിയോ റിവ്യൂ ചെയ്യുന്നത് ഒരു ഏജൻസി, അത് അവരുടെ ഒരു ഏജൻസി വെച്ചിട്ടാണ്. അപ്പൊ അവരത് അത്രയും ശ്രദ്ധയോടെ നോക്കും. നിങ്ങൾ നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. ഞാനിത് തുടക്കമേ പറഞ്ഞതാണ്. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ വളരെയധികം നിങ്ങൾ ജെനുവിനായിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിലും പോലും അതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്തൊക്കെ ചെയ്യണം. അല്ലാതെ നിങ്ങൾ ജെനുവിനായിട്ട് നിങ്ങളുടെ ഒരു സ്വന്തം സ്വഭാവത്തിലൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നടക്കൂല. കാരണം വെച്ചാൽ എല്ലാവരുടെയും നോർമൽ ക്യാരക്ടറാണ് നമ്മൾ നോർമൽ ആയിട്ട് കാണിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൗണ്ടും ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഇവിടെയോ അല്ല നടക്കുന്നത്. അതും എന്റമോൾ ഷൈൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ റൗണ്ട്. അവിടെയും നിങ്ങളുടെ ഈ ഇപ്പം സെലക്ട് ആയി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോഴും ഇതേ പ്രാധാന്യം, ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തേ പറ്റൂ. ഒരു റിയാലിറ്റി ഷോ അല്ലേ, വലിയ കാര്യമൊന്നും ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നോർമൽ റിയാലിറ്റി ഷോ അല്ല. ഇപ്പോൾ നിലവിൽ മലയാളത്തിൽ ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ അത് ബിഗ് ബോസ് തന്നെയാണ്. അത് മോഹൻലാൽ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ 7 സീസണും അത്രയും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയ ഒരു റിയാലിറ്റി ഷോ കൂടിയാണ്. ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുന്ന, ഒരുപാട് സാമ്പത്തികമായിട്ട് നേട്ടം സമ്പാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷോയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമല്ല. അതുകൊണ്ടാണല്ലോ PR ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇത്രയും വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇതിനകത്ത് നടക്കുന്നത്. ഇതൊരു വലിയൊരു കച്ചവടമാണ്, ഒരു ബിസിനസ്സിനകത്ത് ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു മത്സരം, ഈ ഒരു കോമ്പറ്റീഷൻ അത്രയും സീരിയസ് ആയിട്ട് എടുത്തേ പറ്റും. പിന്നെ മൂന്നാമത്തെ റൗണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 റൗണ്ടിൽ ഈ പറയുന്ന തരത്തിൽ നല്ലൊരു ബെറ്റർ ആയിട്ട് ക്വാളിഫൈ ആയിട്ടുള്ളവരെയാണ്, അതിൽ നിന്നാണ് ചിലപ്പോ 2, 3, ചിലപ്പോൾ 5, 6 ഒക്കെ ഉണ്ടാകാം. പക്ഷെ അത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രഡിക്ഷൻസ് ഒന്നും ഈ പറയുന്ന ടീമിന് പോലും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങളിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നത്, ആ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും നല്ല എൻട്രീസ്, മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറെ എൻട്രീസ് വരും. ഇപ്പം തെലുങ്കിൽ വെച്ചിട്ടാണ് എല്ലാവരും, ഇപ്പൊ തെലുഗു ബിഗ് ബോസിന്റെ കോമണേഴ്സിന്റെ എൻട്രി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അതിൽ കുറെ അധികം ഇപ്പൊ 15 കൗണ്ട് ആയിരുന്നു. അതിൽ 15 പേരിൽ നിന്ന് 5 പേരെ എടുത്തു എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ ടോക്ക് ഉണ്ട്. പക്ഷേ അത് വെച്ച് നമുക്ക് കൂടുതൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ തുടക്കമേ പറഞ്ഞു. ഇപ്പൊ മുമ്പ് മറ്റ് ലാംഗ്വേജസിൽ അഗ്നി പരീക്ഷ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ കൊണ്ടുപോകാൻ 15 ദിവസം എന്നൊക്കെ പറഞ്ഞ് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ എത്ര പേര് ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നടക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ഉണ്ട്, അതിലേക്ക് ഈ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തിട്ടുള്ളവർ ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളും ആഗ്രഹിച്ചാണല്ലോ നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ അത് അപ്ലൈ ചെയ്തത്. അപ്പൊ അവര് ഉറപ്പായിട്ടും ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഫാസ്റ്റ് ട്രാക്കിലൂടെ ഈ പറയുന്ന 3 മിനിറ്റിൽ താഴെ പച്ച മലയാളത്തിൽ വേണം പറയാൻ. എന്തിനാണ് നിങ്ങൾ ഈ മലയാളം ബിഗ് ബോസിൽ എന്തിനാണ് മറ്റ് ലാംഗ്വേജ് ഉൾപ്പെടുത്തുന്നത്? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഇംഗ്ലീഷ് ഇവിടെ കാണിക്കരുത് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും മലയാളത്തിൽ തന്നെ പറയുക. പിന്നെ ഞാൻ അഗെയിൻ പറയുകയാണ്, നിങ്ങൾ ജെനുവിനായിട്ട് കാണിക്കേണ്ട. നിങ്ങളുടെ ജെനുവിൻ ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ അത് ബിഗ് ബോസിന് സത്യത്തിൽ എത്രത്തോളം സ്യൂട്ട് ആകും എന്നറിയില്ല. കുറച്ചധികം അങ്ങോട്ട് വൈബ്രന്റ് ആയിട്ട് സംസാരിക്കണം. നിങ്ങളിപ്പോ എനിക്ക് തന്നെ ഈ ഒരു മോഡ് ഓഫ് ടോക്ക് മാത്രമല്ല ഉള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ, എൻ്റെ പേര് സഫാന, ഞാൻ ജേർണലിസം കഴിഞ്ഞു, ഞാൻ 2 വർഷം ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഞാൻ അഡ്വർടൈസിങ് ഏജൻസിയിൽ വർക്ക് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാതിരി എന്തുവാ പേര്, നാള്, വിലാസം, അത് പറ്റത്തില്ല.
അതിന് പകരമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട്, ഇപ്പം നിങ്ങളൊരു ഓട്ടോ ഓടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, എനിക്ക് ഇത്രയൊന്നും പഠിക്കാൻ വയ്യ, ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് ഇനി എന്തോ ആവാനാണ്. ഇതാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജനറേഷൻ ഇനി അങ്ങോട്ട് പോകുമ്പം ഈ പറയുന്ന പുസ്തകത്തിലുള്ളത് പഠിച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി അങ്ങോട്ടുള്ള സാമ്പത്തിക സ്ഥിതി കുറച്ച് ഡിഫറെന്റ് ആണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ലെവലിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ അറിയാമെന്ന് പറയണം. അല്ലാതെ പേരും അഡ്രസ്സും പറയരുതെന്നല്ല, പേരും അഡ്രസ്സും മാത്രം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നിങ്ങൾ എടുക്കരുത്. കാരണം ആദ്യത്തെ 2 റൗണ്ട് നമ്മളെ ഇവിടുത്തെ ഉള്ള രീതിയിലൊന്നും അല്ല എടുക്കുന്നത്. ഭയങ്കര വലിയ സിസ്റ്റമാണ്. ഒരു ഏജൻസി തന്നെ, എൻ്റെ മോൾ ഷൈനാണ് അത് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വലിയ ആൾക്കാരാണ് ആ ഇന്റർവ്യൂ നടത്തുന്നതെന്ന് കരുതുക. ഈവൻ നമ്മൾ ഈ സിവിൽ സർവീസിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യത്തില്ലേ, അതുപോലെ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ അനീഷൊക്കെ അങ്ങനെയാണ് കയറി വന്നത്. അപ്പോൾ എന്തായാലും ശരി, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇൻഫോർമേഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് കരുതുന്നു. ഒരു കാര്യം മറക്കരുത്, ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തിട്ടുള്ളവർ ഒന്നുകൂടി ഇതിനകത്തൊന്ന് അയച്ചേക്കണേ. കാരണം അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട് എന്ന് ഞാൻ കമന്റ്സിലൂടെ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഈ പറയുന്ന BB ഗ്രാൻഡ്മ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. ജെനുവിൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ബാക്കി ഡൗട്ട്സുകളൊക്കെ കമന്റ്സിൽ പറയുക. എല്ലാ കമന്റ്സും ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് ലാഗ് വരുന്നു എന്നുള്ളത് വെച്ചാൽ നമ്മളിത് വിളിച്ച് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ കമന്റ്സ് ആയിട്ട് പോവുക. പിന്നെ എന്തായാലും ജൂലൈ ആകും ഇതിന്റെ ഷൂട്ട് തുടങ്ങാൻ. ആ കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം. ജൂലൈ ഒക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങത്തോളൂ. ജൂലൈയിൽ തുടങ്ങുന്നത് എന്തായാലും ശരി, നമുക്ക് ജൂലൈ പകുതിയോടെ നമുക്ക് നമ്മുടെ TV-യിൽ ഇത് കാണാം, ഹോട്ട്സ്റ്റാറിൽ ഇത് കാണാൻ സാധിക്കും. അതൊരു 15 ദിവസം ആയിരിക്കത്തില്ല. നിങ്ങളുടെയൊക്കെ ഒരു ഇപ്പൊ ഈ പറയുന്ന കോമണേഴ്സിന്റെ ഒക്കെ ഒരു കഴിവനുസരിച്ച് നമുക്കൊരു 20 ദിവസത്തോളം ഒക്കെ നീട്ടി കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.